രണ്ട് തരത്തിലുള്ള പ്രചരണം ഉപയോഗിച്ചു. ഒന്ന് പ്രതീതി നിർമ്മാണങ്ങൾ നടത്തി, അതാണ് ഈ നറേറ്റീവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് വളരെ വ്യക്തമായി പാക്ഡ് ആയിട്ടാണ്, രണ്ട് രീതിയിലാണ്. ഒന്ന്, CPM-നുള്ളിൽ രണ്ടാമത്തെ തവണ കൂടി ഇനിയും ഒരിക്കൽ കൂടി വന്നാൽ പാർട്ടി ഇല്ലാതായിത്തീരുമെന്ന് പാർട്ടി ഇൻ്റലക്ച്വൽസിനെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനെ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. ജി സുധാകരനെ അടർത്തിയെടുത്തത് അമ്പലപ്പുഴ ജയിപ്പിക്കാനല്ല, തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ അടർത്തിയെടുത്തത് തളിപ്പറമ്പിൽ വിജയിക്കാനല്ല, കുഞ്ഞികൃഷ്ണനെ അടർത്തിയെടുത്തത് പയ്യന്നൂരിൽ ജയിക്കാനുമല്ല. പകരം CPM-ന് ഉള്ളിൽ എന്തോ ആഭ്യന്തര പ്രശ്നമുണ്ടെന്നും പാർട്ടി ഇതാ ആകെ പ്രതിസന്ധിയിലാണെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവർ ആരെ പിടിച്ചത്? പിണറായി വിജയനെ ലക്ഷ്യം വെച്ചു. പിണറായി വിജയൻ എന്നുള്ളത് പിണറായി വിജയൻ്റെ ബോർഡ്, EMS നമ്പൂതിരിപ്പാട് CPM-ന്റെ ഐക്കണായിരുന്നു, AKG CPM-ന്റെ ഐക്കണായിരുന്നില്ലേ? ആ കാലഘട്ടത്തിൽ AKG അല്ലേ എല്ലാവരും ഉയർത്തിക്കാട്ടുക? EK നായർ 1982-ലും 87-ലും EK നായർ വരുന്ന ഘട്ടത്തിൽ EK നായരെ തന്നെയല്ലേ എടുത്തു കാട്ടുക? VS അച്യുതാനന്ദൻ വരുന്ന സമയത്ത് പിന്നീടാണ് പാർട്ടിയിലെ വിഭാഗീയത. പാർട്ടിയിലെ വിഭാഗീയതയില്ലാത്ത കാലഘട്ടങ്ങളിലെല്ലാം പാർട്ടിക്കൊരു മുഖമുണ്ടാവും. എന്നാൽ അതേസമയം തന്നെ മുന്നണിയിലെ മറ്റു നേതാക്കളെ നിങ്ങൾ ഡിസ്പ്ലേ ബോർഡിൽ വരണമോ? ഇത് പാർട്ടി സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പ്രതീതി നിർമ്മാണം മറുഭാഗത്ത് നടത്തിയപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ കൊണ്ടുവന്നാണ്. ഇത് ആൻറ്റി പിണറായിസമാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു ഒരു ഭാഗത്ത്. ഇത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്വാഭാവികം, ഇപ്പം നേരത്തെ പറഞ്ഞാണ്, ഇത് സ്വാഭാവിക വികസനമല്ലേ കഴിഞ്ഞ 10 വർഷം കിട്ടിയതെന്നാണ് പറയുന്നത്.